Hi dear students, good morning to all. How are you? Again, I'm hoping you all are fine. Stay home, stay safe. Then നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? നമ്മുടെ ആദ്യ സെമസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സാം ഇട്ടു. എല്ലാവരും എക്സാം ഒക്കെ എഴുതി പേപ്പറൊക്കെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? മാർക്ക് കാത്തിരിക്കുകയാണ്. ഓക്കെ, തിങ്കളാഴ്ചയോട് കൂടി നമ്മുടെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? മനസ്സിലാവണില്ലേ? ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ എസ് എസിൻ്റെ 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഫസ്റ്റ് സെമസ്റ്ററിലെ, അതായത് സെക്കൻഡ് മിഡ് ടേമിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ 3 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് ടേമിലേക്കുള്ളതാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ ആണ് അല്ലേ? സ്കൂളൊക്കെ കൂട്ടാനായില്ലേ? ജനുവരി ആയി, ഫെബ്രുവരി, മാർച്ചോട് കൂടി നമ്മുടെ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് 5ാം ക്ലാസ്സിലേക്കൊക്കെ എത്തണം അല്ലേ? അല്ലേ? ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ എടുത്ത് തുടങ്ങാൻ കേട്ടോ. റെഡി? ഉഷാറല്ലേ എല്ലാവരും? ഇതുവരെ പരീക്ഷയ്ക്കായിട്ട് ക്ലാസ് ഒന്നും കേൾക്കാനും ഇരുന്നിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 229, 229 പേജ് എടുക്കാം. ഓക്കെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് അല്ലേ? 3 പാഠം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ തന്നു. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി സെറ്റ് ആയില്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി അല്ലേ? ലെറ്റ് us begin. തുടങ്ങില്ല? ഓക്കെ, all of you take your textbook, page number 229. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് എടുക്കണം. ഓക്കെ, ഓക്കെ എടുത്തില്ലേ? Then let us begin. നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. You can see a yellow column there. ഓക്കെ, എല്ലാത്തിലും ഉണ്ടാവും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസ് അല്ലേ? അതുപോലെ ഇതിലും ഉണ്ട് അല്ലേ? ബിഫോർ ദാറ്റ് we can say about our topic. What's the name of our topic? What's the name? Chapter number 4, water. Okay, W-A-T-E-R. Water. വാട്ടർ മീൻസ് വെള്ളം അല്ലേ? വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? വെള്ളം. വേറെ എന്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും? വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ദിവസം നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്നാൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് വെള്ളത്തിന്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പൊ വെള്ളം തീരെ ലഭിക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടുത്തേക്ക് ആളുകളുടെ ആ ഒരു ജീവിത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വെള്ളത്തിന്റെ ആ ഒരു വില നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലായിടത്തും എഴുതി വെച്ചേക്കും വാട്ടർ ഈസ് പ്രീഷ്യസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫോർ വേസ്റ്റേജ്. വേസ്റ്റ് ആക്കാൻ പാടില്ല. വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ്. നമ്മൾ പള്ളിയിൽ കയറിയാലും എവിടെ കയറിയാലും വെള്ളം നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കണം. ഓവറായിട്ടാലും വെള്ളത്തെ മലിനമാക്കും ഒഴിവാക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ, നമുക്ക് വെള്ളം കിട്ടാത്ത സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. 2-3 വർഷം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ് വെള്ളത്തിന്റെ വില അല്ലേ? പുഴകളൊക്കെ വറ്റി, കിണറുകളിലൊന്നും വെള്ളമില്ല 2-3 വർഷം മുമ്പ്. പിന്നെയാണ് ഈ പ്രളയങ്ങളൊക്കെ വന്നാണ്ട് ആകെ വെള്ളമായത്. ഓക്കെ, then let us begin. Let's start. All of ready? Okay, there is 2 questions for you. All of you listen that question. First one, name 3 natural sources of water. Okay, name 3 natural sources of water is the first question for you. You can answer in your own words. ഏതെങ്കിലും ഒക്കെ 3 നാച്ചുറൽ സോഴ്സസ്, നാച്ചുറലി നമുക്ക് വെള്ളം തരുന്ന, അതായത് ഉദാഹരണത്തിന് മഴ, അങ്ങനെ നാച്ചുറൽ ആയിട്ട് പുഴ ഒക്കെ നമുക്ക് അവിടെ എഴുതാം. You can write in English. ഓക്കെ, നാച്ചുറലി നമുക്ക് എങ്ങനെയൊക്കെയാണ് വെള്ളം ലഭിക്കുന്നത് ആ ഒരു 3 സംഭവങ്ങളുടെ പേര് എഴുതാൻ. ഓക്കെ, നെയിം 3 നാച്ചുറൽ സോഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, second one, name 3 human made source of water in Kerala എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യ എവിടെയും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെയിം 3 human made source of water. മനുഷ്യരുണ്ടാക്കിയ ഡാം പോലെ. ഓക്കെ, മനുഷ്യ കനാൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മനുഷ്യന്മാരുണ്ടാക്കിയ സോഴ്സ് ഓഫ് വാട്ടർ, വെള്ളം തരുന്ന ആ ഒരു സംഭവങ്ങളുടെ പേര്. ഒന്ന് നാച്ചുറൽ ആയിട്ട് നമുക്ക് വെള്ളം ലഭിക്കുന്നത്, മറ്റൊരു ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യർ ഉണ്ടാക്കിയിട്ടായിട്ട് നമുക്ക് വെള്ളം ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ പേര് എഴുതാൻ. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓക്കെ, യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇറ്റ്സ് നോട്ട് എ ഹോംവർക്ക് ഫോർ യു, ഇറ്റ്സ് എ ക്ലാസ് വർക്ക്. ഇപ്പോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ മുമ്പ് ഒരുപാട് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്?
Our chapter name is water, and there is 2 questions for you. First one is name 3 natural source of water, and second one is name 3 human-made source of water. Okay. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. Okay, then entering to our chapter. നമ്മൾ ചാപ്റ്റർ തുടങ്ങുകയാണ് കേട്ടോ. All ready? Okay. വെള്ളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ചേ ഉള്ളൂ. Okay. Then do you know that all living things need water to live? Okay. നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. Do you know all living things need water to live? എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. മനുഷ്യർക്ക് മാത്രമല്ല, ഏത് ജീവജാലങ്ങൾക്കും. ഇപ്പം നമ്മൾ മൃഗങ്ങളെ എടുക്കുകയാണെങ്കിലും നമ്മൾ വേറെ എന്തിനെടുക്കുകയാണെങ്കിലും ഓക്കെ, എല്ലാ ജീവനുള്ള എല്ലാത്തിനും. ഇപ്പം നമ്മളിപ്പോൾ ചെടികൾ എടുക്കുകയാണെങ്കിൽ പോലും വെള്ളം നിർബന്ധമല്ലേ? യെസ്, വാട്ടർ ഈസ് ഇമ്പോർട്ടൻസ്. അവർക്കൊക്കെ എന്താണ്? വെള്ളം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. വെള്ളം ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് ദിവസം നമുക്ക് വെള്ളം കിട്ടാതിരിക്കാം. ഇപ്പം നമ്മൾ ഈ മരുഭൂമികളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലേ? കുറച്ച് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഇപ്പം ഈ ക്യാമൽസിനൊക്കെ നിങ്ങൾക്ക് അറിയാം. അവരെന്താ ചെയ്യുന്നത്? ക്യാമൽസൊക്കെ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം ഒരുപാട് കുടിച്ചാണ്ട് അവരുടെ ബാക്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആൾക്കാരായിട്ട് ഇങ്ങനെ കുടിക്കുകയാണ്. ഓക്കെ, നമുക്ക് വെള്ളത്തിൻ്റെ വില ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഡെസേർട്ട് ഏരിയകളിലൊക്കെ പോയി ജീവിക്കണം. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ വില ശരിക്കും മനസ്സിലാവും. ഒരുപാട് കഥകളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സമയക്കുറവ് കാരണം ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ സ്കൂളിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, do you know that all living things need water to live? Live means ജീവിക്കണമെങ്കിൽ എന്താണ്? വെള്ളം നിർബന്ധമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് തന്നെ നിർബന്ധമാണ്. ബാക്കി ഇതിനൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. We can live without food for a few days, but it is impossible to live without water. Okay, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജീവനുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഇല്ലെങ്കിൽ, ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം അല്ലേ? 2 ദിവസം ഇപ്പോൾ നോമ്പൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ? നോമ്പ് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് 2-3-4 ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൂറൊക്കെ പോയാൽ നമ്മളെവിടെയും പെട്ടാൽ നമുക്ക് ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ കൂടി കഴിയില്ല. അതാണ് വെള്ളത്തിற்கு പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം. വെള്ളം ഇല്ലെങ്കിൽ എന്താണ്? നേരെ മറിച്ച് നമ്മൾ വെള്ളം ഇടയ്ക്കിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും. അതാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത. നമുക്ക് വെള്ളം നിർബന്ധമായിട്ടൊരു സംഭവമാണ്. ബാക്കിയുള്ളത് പോലെ അല്ല. വെള്ളം എന്താണ്? പ്രധാനപ്പെട്ട വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രീഷ്യസ് വൺ. ഓക്കെ, ഫുഡ് ഫോർ ഫ്യൂ ഡേയ്സ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലിവ് വിതൗട്ട് വാട്ടർ. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താണ്? നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും എന്താ പറയുക, ജീവനുള്ള ഏത് വസ്തുവിനും വെള്ളം നിർബന്ധമായിട്ടൊരു കാര്യം തന്നെയാണ്. ജീവിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. പിന്നെന്താ പറഞ്ഞത്? നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും, പക്ഷേ ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട 5 നാച്ചുറൽ റിസോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? വാട്ടറാണ്, വെള്ളമാണ്. ഓക്കെ, വാട്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ റിസോഴ്സ്. പ്രകൃതി നമുക്ക് തരുന്ന ഒരു സമ്മാനമാണ്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സ് ആണ് ഏത്? വാട്ടർ. ഓക്കെ, എയറും പോലെ, എയറും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? വാട്ടർ, വെള്ളം. ഓക്കെ, അതിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. About 3/4 of Earth's surface is covered with water. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗ്ലോബൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വേൾഡ് മാപ്പൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണ്? കര കുറച്ചുള്ളൂ. അതായത് 4 ഭാഗം മാത്രമേ കരയുള്ളൂ. ബാക്കിയുള്ള 3 ഭാഗം എന്താണ്? വെള്ളമാണ്. ഓക്കെ, കുറച്ച് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. നമ്മളൊരു രാജ്യങ്ങൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കരയാണ് കൂടുതൽ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് വെള്ളത്തിനെക്കാട്ടും കരയാണ്. പക്ഷേ ശരിക്കും എന്താണ്? വെള്ളമാണ് കൂടുതൽ. ഒരുപാട് ഓഷ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഷ്യൻസ്. അങ്ങനത്തെ ഒരുപാട് ലേക്സും ഓഷ്യൻസും റിവേഴ്സും സീയും ഒക്കെ പാടെ കൂടിയാണ്ട് ഒരുപാട് വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ കരയെക്കാട്ടിലും കൂടുതൽ എന്താണ്? കടലാണ്. 1/3/4 ഓഫ് എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഓക്കെ, 4/3 ഭാഗം എന്താണ്? വെള്ളമാണ്.
മോസ്റ്റ് ഓഫ് ദി വാട്ടർ വി യൂസ് ഫോൾസ് ഫ്രം റെയിൻ. എവിടുന്ന് വരുന്നത്? മഴയിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വെള്ളം, കൂടുതലായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത് എവിടുന്നാണ്? മഴയായിട്ടാണ്. ഓക്കെ, നമുക്കറിയാം മഴ പെയ്താൽ ഫുള്ള് വെള്ളം നിൽക്കൂലേ? അപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടിയാ വരുന്നല്ലേ? നമുക്ക് പ്രളയം വന്നപ്പോൾ മഴ പെയ്താൽ നമുക്ക് പേടിയാ. മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും വെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണ്? മഴയായിട്ടാണ്. However, rainfall is not equally distributed over all parts of our country. ഓക്കെ, പക്ഷേ ഈ മഴയെ സംബന്ധിച്ചിടത്തോളം ഈ മഴ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെയല്ല ലഭിക്കുന്നത് അല്ലേ? അല്ലല്ലോ, എല്ലാ രാജ്യങ്ങളിലേക്കും ഒരുപോലെയാണോ മഴ ലഭിക്കുന്നത്? ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോലും, എല്ലാ വില്ലേജസ്, എല്ലാ ഗ്രാമങ്ങളിലേക്ക് പോലും ഒരേ രൂപത്തിലല്ല മഴ പെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച, ഒരങ്ങാടിയിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അപ്പുറത്തെ അങ്ങാടിയിൽ മഴ പെയ്യാണ്. ഇപ്പൊ നമ്മൾ വണ്ടികളൊക്കെ പോകുമ്പോൾ കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ കരുളായിൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ എത്തുന്ന ആ ഒരു സമയം വരെയുള്ള സമയത്ത് ചിലപ്പോൾ ഈ കരുളായിൽ നല്ല മഴയാകാരം. പക്ഷെ കുറച്ച് 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ കാലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കാലപ്പുറത്ത് മഴൻ്റെ ഒരു ലക്ഷണം ഉണ്ടാവില്ല, മഴ പെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആയിട്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പൊ രാജ്യങ്ങളിലെ പറഞ്ഞതുള്ളൂ, ഇവിടെ എല്ലാ രാജ്യങ്ങളിലേക്കും ഈക്വൽ ആയിട്ടുള്ള മഴ പെയ്യുന്നത്. മഴ തീരെ ലഭിക്കാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ വർഷത്തിൽ ഒരു വട്ടം മാത്രമേ മഴ പെയ്യാറുള്ളൂ, ഒരു 1-2 തവണ മാത്രമേ മഴ പെയ്യാറുള്ളൂ. സൗദി പോലുള്ള ഫുൾ ടൈം വെയിലാണ്, ഫുള്ള് ചൂടാണ്. രാത്രി തണുപ്പാണെങ്കിലും പകൽ സമയത്ത് ഫുള്ള് ചൂടാണ്. ആ സ്ഥലങ്ങളിൽ എന്താ പറയുന്നത്, ആ സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ മഴ പെയ്യുള്ളൂ. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും മഴ ഇല്ല തന്നെ, ഫുൾ ടൈം വെയിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മളെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ മിക്ക സമയത്തും മഴയുണ്ട് അല്ലേ? ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ നല്ലൊരു മഴ വരുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എപ്പോൾ സ്കൂൾ തുറന്നാലും മഴ പെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്ത് ഒരു 3-4 നല്ല അടിച്ചു പൊളിച്ച മഴ നമുക്ക് കിട്ടില്ലേ? ഇനിയും മഴ കിട്ടട്ടെ. മഴ ഉണ്ടെങ്കിലേ വെള്ളം ഉണ്ടാവുള്ളൂ, വെള്ളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, പണ്ട് പറഞ്ഞിരുന്നു വെള്ളത്തിന് വരെ വില കൊടുക്കേണ്ട ഒരു സമയം വരാനുണ്ടെന്ന്. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല അല്ലേ? പക്ഷെ ഇപ്പൊ എന്താണ്, നമ്മുടെ മിനറൽ വാട്ടർ പോലുള്ള വെള്ളങ്ങളൊക്കെ നമ്മൾ പച്ച വെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്ന് അല്ലേ? പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിന് പൈസ കൊടുക്കേണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇനി അതിലും വലിയ സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, then some places receive a lot of rainfall while some receive scanty rainfall. ചില സ്ഥലങ്ങളിൽ നല്ല മഴ ഉണ്ടാവും, സ്വാഭാവികമാണ് അല്ലേ? ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവുന്നില്ല. കുറച്ച് മീഡിയം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. ഓക്കെ, സം പ്ലേസസ് റിസീവ് എ ലോട്ട് ഓഫ് റെയിൻഫാൾ. ചില സ്ഥലങ്ങളിൽ നല്ല മഴ കിട്ടും, നല്ല മഴ ഉണ്ടാവും. ഓക്കെ, while some receive scanty rainfall. ചില സ്ഥലങ്ങളിൽ കുറച്ച് മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. People living in places that receive scanty rainfall do not have enough water even for drinking, bathing, cooking and washing. ഈ ചില സമയത്ത് മാത്രം മഴ പെയ്യുന്ന, മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം കുടിക്കാനുണ്ടാവില്ല, വെള്ളം ആവശ്യത്തിനുണ്ടാവില്ല. കുടിക്കാനാണെന്നെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും ബാത്തിങ്ങിനാണെങ്കിലും എന്തിനാണെന്നെങ്കിലും ചില സമയത്ത് നല്ല മഴ ലഭിക്കുന്ന സ്ഥലത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും. ഈ മഴ ഭൂമി വലിച്ചെടുക്കാണ്ട്, വെള്ളം ഭൂമി വലിച്ചെടുക്കാണ്ട് എന്താണ് വെൽസിലും ട്യൂബ് വെൽസിലൊക്കെ വെള്ളം നിർത്തും. പിന്നെ നമ്മൾ അതിന് പോയാണ്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഈ മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ, മഴ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ്, അവിടെ വെള്ളം ഉണ്ടാവില്ല. അവർക്ക് അത്യാവശ്യങ്ങൾക്ക് പോലും, ആവശ്യങ്ങൾക്കല്ല അത്യാവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ പല സ്ഥലങ്ങളെ കുറിച്ച് നോക്കിയാൽ മതി. ഈ കുട്ടികളൊക്കെ, പാവപ്പെട്ട ആ ഒരു പ്രദേശത്തെ കുട്ടികളൊക്കെ വെള്ളം കിട്ടാതെ കിടക്കുന്ന ആ ഒരു രംഗം കണ്ട് നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. വെള്ളം കിട്ടാതെ കുട്ടികൾ കിടക്കുകയാണ്. നമുക്കിവിടെ വെള്ളം സുലഭമായിട്ട് കിട്ടുകയാണ് അല്ലേ? എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സൂക്ഷിക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്നാലും നമുക്ക് എന്നും അത് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലും നമ്മളും ആ ഒരു രാജ്യങ്ങളെ പോലെ തന്നെ വെള്ളം ലഭിക്കാത്ത ഒരു സ്ഥലമായിട്ട് മാറും. അപ്പൊ എല്ലാവരും വെള്ളം ശുദ്ധമാക്കി നല്ല ഉഷാറായിട്ട് തന്നെ ഉപയോഗിക്കുക, കളയരുത്. ഓക്കെ, എന്തിനൊക്കെയാണ്? ഡ്രിങ്കിങ്ങിനും ബാത്തിങ്ങിനും കുക്കിങ്ങിനും അതുപോലെ തന്നെ വാഷിങ്ങിനും, ഇതിനൊന്നും ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ എന്താ പ്രശ്നം? സ്കാൻറ്റി റെയിൻഫാൾ ആണ് ചില സമയത്ത്, അല്ലെങ്കിൽ മഴയില്ല. അങ്ങനത്തെ ആ ഒരു സ്ഥലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. To reduce our dependence on rain, several irrigation projects have been undertaken by the government. അപ്പോൾ നമ്മൾ ഈ മഴയെ ഇങ്ങനെ ആശ്രയിച്ചിരിക്കുന്നതിന് പകരം മഴ കിട്ടിയ സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ ഗവൺമെന്റ്
കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും മഴ പെയ്തിട്ട് 2 മാസം 3 മാസം അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞാണ് മഴ പെയ്യുന്നതെങ്കിലും ആ ഒരു സമയം വരെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊജക്ട്സ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ മഴ പെയ്യണമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മഴ പെയ്താൽ ആ വെള്ളം സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം വേണം. ഇനി മഴ പെയ്തിട്ട് മഴയെ തന്നെ ഇങ്ങനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, റിവർ വാട്ടർ ഈസ് ഡൈവേർട്ടഡ് ടു ഫീൽഡ്സ് ത്രൂ ഔട്ട് കനാൽസ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് എന്താ പറയുക, റിവർ നമ്മുടെ പുഴയിലേക്ക് വെള്ളം കനാലിലാക്കിയിട്ട് നമ്മുടെ പാടങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മളെ സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഓരോ സംഭവങ്ങളാണ് അതൊക്കെ അല്ലേ. നമ്മുടെ പുഴയെ ചെറുതായിട്ടൊന്ന് നമ്മുടെ കനാലാക്കിയിട്ട് ഡിഫറെൻറ്റ് ഫീൽഡ്സിലേക്കൊക്കെ ഈ ഒരു വെള്ളം എത്തിക്കുക അല്ലേ. ചെറിയ അപ്പം ഞങ്ങളെ പുഴയിൽ തന്നെ ഒരുപാട് ഈങ്ങാലെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എല്ലാ നാട്ടിലും അത് ഉണ്ടാവും. എന്താണ് വെള്ളം അവർക്കൊക്കെ എത്തിക്കുകയാണ്. അതാണ് ഹ്യൂമൻ മെയ്ഡ് വാട്ടർ, അവിടെ man-made source of water. Okay, then for example ഇവിടെ കൊടുത്തിട്ടുണ്ട്, the Indira Gandhi Canal in Rajasthan provides water to large part of northwest India. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്കുള്ള ഒരുപാട് വെള്ളം ലഭിക്കുന്നത് എവിടുന്നാണ്? ഈ ഒരു രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഈ ഒരു കനാലിലൂടെയാണ്. ഇതൊക്കെ ഇന്ദിരാഗാന്ധി കനാൽ. ഓക്കെ, ഇന്ദിരാഗാന്ധി കനാലാണ് എൻ്റെ പേര്. ഇന്ദിരാഗാന്ധി മരിച്ച ആ സമയത്തുള്ള കനാലായിരിക്കും. ഈ ഒരു എന്താ പറയുക കനാലാണ് ഈ നോർത്ത് വെസ്റ്റിലുള്ള ഒരുപാട് സ്റ്റേറ്റ്സിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു വെള്ളത്തെ എത്തിക്കുന്നത്. കനാലാക്കി ഒഴുകുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നത്. കനാലാകുമ്പോൾ കനാലിലൂടെ വെള്ളം ഇങ്ങനെ പോകും. ആ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കിട്ടും. ഓക്കെ, അല്ലാതെ പുഴയിൽ നമ്മൾ പൈപ്പ് അടിക്കേണ്ട ഒരു അവസ്ഥയല്ല. കനാലിങ്ങനെ വലിയൊരു കനാല്, ചെറിയ കനാലൊന്നുമല്ല, കുറച്ച് വലിയ കനാൽ തന്നെയായിരിക്കും. ഓക്കെ, അത് ഒഴുകുമ്പോൾ അതിൻ്റെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തും. ഓക്കെ, ഇൻ സം ഏരിയാസ് വേർ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് ഈസിലി അവൈലബിൾ. ഓക്കെ, ചില സ്ഥലങ്ങളിൽ മഴ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും അല്ലേ. ഭൂമിക്കടിയിൽ ഫുള്ള് വെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാവും അല്ലേ. അപ്പം എന്താണ്, വെള്ളം ഉണ്ടാവും. വെൽസ് ഹാവ് ബീൻ ഡഗ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യും? വെൽസ്, കിണറുകൾ കുഴിക്കും. ഇൻ അതർ ഏരിയാസ് ട്യൂബ് വെൽസ് ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ്. ചില സ്ഥലങ്ങളിൽ ട്യൂബ് വെൽസ് എന്ന് പറഞ്ഞാൽ മറ്റേ കിണർ, ഏത് ട്യൂബ് വെൽസ് എന്താ പറയാ, നമ്മുടെ വലിയ ജോലികളൊക്കെ വന്നിട്ട് കുഴിക്കുന്ന ഒരു കിണറുണ്ടല്ലോ, കോയൽ കിണർ. ഓക്കെ, കോയൽ കിണറുകൾ ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ്. ദീസ് ട്യൂബ് വെൽസ് enable us to pump our water to surface. ഒക്കെ അടിയിൽ വെള്ളം എടുത്താണ് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, സർഫസിലേക്ക് നമുക്ക് വെള്ളം ഒഴുക്കാൻ കഴിയും. ഓക്കെ, ട്യൂബ് വെൽസും അണ്ടർഗ്രൗണ്ട് വാട്ടർ എടുക്കുന്ന ഓരോ സോഴ്സാണ്. ഓക്കെ, വാട്ടർ സോഴ്സ് ആണ്, ഹ്യൂമൻ മെയ്ഡ് വാട്ടർ സോഴ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. Then turn to next page 230. ഒരു പാരഗ്രാഫ് വേണം നമുക്ക് എടുക്കാം. ഓക്കെ, then dams are built across rivers to store water. ഓക്കെ, പിന്നെ ഡാംസിനെ കുറിച്ചാണ്. ഡാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലേ, നമ്മളെ പോലെ റിവറൊക്കെ ഒഴുകിയാണ്ട് ഡാമിലേക്ക് നമുക്ക് ഡാമിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, മീനുകളൊക്കെ ഉണ്ടാവും. വലിയൊരു സംഭവം തന്നെയാണ് ഡാമിലെ. നമ്മൾ ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, തൃശ്ശൂരൊക്കെ പാലക്കാടൊക്കെ ഡാമുകളുണ്ട് അല്ലേ. ഡാമുകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ടൂർ പോകാറുണ്ട് അല്ലേ. ഇല്ലേ, നിങ്ങൾ എല്ലാവരും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഡാം കണ്ടവരുണ്ടാവും അല്ലേ, കാണേണ്ടവരുണ്ടാവില്ല. ഓക്കെ, some of them are also multi-purpose projects because of their different uses. Okay, multi-purpose, ഈ ഒരു വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറെ കുറേ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി, കറണ്ട് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഡാമുകൾക്ക് അരികിൽ നിന്നാണ് അല്ലേ. ഡാമിലെ വെള്ളം കൊണ്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്. ആ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഡാം കാണാൻ പോയാൽ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, മൾട്ടി-പർപ്പസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേറെ കുറേ ഉപകാരങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന പ്രൊജക്റ്റാണ് കേട്ടോ. ബിക്കോസ് ഓഫ് ദ ഡിഫറെൻറ്റ് യൂസസ്. ഓക്കെ, വ്യത്യസ്തമാർന്ന ഉപയോഗങ്ങളെ കൊണ്ട്. They act as reservoirs and also help in controlling floods. Okay, reservoirs ആയിട്ടും ഫ്ലഡ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഡാമുകളെ ഉപയോഗിക്കുന്നുണ്ട്. Reservoir means a lake that is used for storing water. Okay, reservoir means a lake that is used for storing water. Lake ആണ് എന്താണ്, വെള്ളം കെട്ടിനിർത്തുക, അതായത് വെള്ളം എന്താ പറയുക സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെ കൺട്രോളിങ് ഫ്ലഡ്സിനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാംസ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വാട്ടർ. ഓക്കെ, പിന്നെ എന്താണ് കറണ്ട് ഉണ്ടാക്കുക, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ദിസ് ഇലക്ട്രിസിറ്റി ഈസ് ദെൻ പ്രൊവൈഡ് ടു ദ നിയർബൈ ഏരിയാസ്. പിന്നെ ഈ ഒരു കറണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നൽകുന്നത്. ഇപ്പോൾ നമുക്കും കറണ്ട് കിട്ടുന്നത് ഇതുപോലുള്ള ഡാമുകളിൽ നിന്ന് തന്നെയാണ്.
ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം വാട്ടർ ഇസ് കാൾഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്നതിന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് വെള്ളത്തെ കുറിച്ചാണ്. വെള്ളം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും, ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ വെള്ളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? കഴിയൂല. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? വെള്ളം. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സാണ്, പ്രകൃതി നൽകുന്ന ഒരു എന്താ പറയുക സമ്മാനമാണ്, നാച്ചുറൽ റിസോഴ്സാണ് എന്ത്? നമ്മുടെ ഈ ഒരു വെള്ളം. ഓക്കെ, പിന്നെന്താണ്? ലോകത്തിൻ്റെ 3/4 ഇത് മാത്രമല്ല എന്താണ്? വാട്ടറാണ്. 3 ഭാഗം എന്താണ്? വെള്ളമാണ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ വെള്ളം, മഴയെ കുറിച്ചാണ്. ഏറ്റവും നമുക്ക് വെള്ളം കൂടുതലായിട്ട് തരുന്ന ആ ഒരു സോഴ്സ് ഏതാണ്? മഴയാണ്. ആ മഴ ലഭിക്കുന്നതോടുകൂടിയാണ് നമുക്ക് എന്താ പറയുക ഭൂമിയിലേക്ക് വെള്ളം വലിച്ചെടുത്താണ് നമ്മൾ വെൽസും ട്യൂബ്വെൽസും അങ്ങനത്തെ എന്താ പറയുക കുഴിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ മഴ കിട്ടാതെ ആയാൽ, മഴ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ ആയാൽ നമുക്ക് വെള്ളം ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ പറഞ്ഞു. പിന്നെന്താണ്? ചില രാജ്യങ്ങളിലൊക്കെ വെള്ളം ഇല്ലാത്ത രാജ്യങ്ങളിലൊന്നും ഇല്ല, വെള്ളമില്ല. മഴ ലഭിക്കാത്ത രാജ്യങ്ങളിലൊന്നും വെള്ളം സ്വാഭാവികം എന്താ പറയുക വെള്ളത്തിന് വില കൊടുക്കേണ്ട ആ ഒരു അവസ്ഥയാണ്. പിന്നെന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ പ്രൊജക്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തെ ഇങ്ങനെ എന്താ പറയുക വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക ഈ മഴയെ മാത്രം ഇങ്ങനെ ആശ്രയിക്കാതെ ഗവൺമെന്റ് ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് പറഞ്ഞു കേട്ടോ. രാജസ്ഥാനിലെ ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെന്താ പറയുക അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ട് വെൽസും ട്യൂബ്വെൽസും ഒക്കെ. പിന്നെ ഡാംസിനെ കുറിച്ച് പറഞ്ഞു. ഡാംസ് മൾട്ടിപർപ്പസ് പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ റിസർവോയേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിങ് ഡിഫറൻസിനൊക്കെ വേണ്ടി നമ്മൾ ഡാംസിനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, നമ്മൾ വെള്ളത്തിൻ്റെ കാറ്റിലെത്തുന്ന ഒരു പ്രോസസ് പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, വാട്ടർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിൽ, വെള്ളം. ഓക്കെ, നമുക്ക് ഇനി കുറച്ചും കൂടി എടുക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. സോ ഐ എം ഗോയിങ് ടു എൻജോയ് മൈ ക്ലാസ്. Okay, thank you.